കഥ മൂന്ന് കൂട്ടുകാർ. പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഇക്കു എന്നും നീലു എന്നും പേരുള്ള 2 ആടുകളും മിട്ടു എന്നു പേരുള്ള ഒരു നായയും ഉണ്ടായിരുന്നു. അവരുടെ യജമാനൻ ഒരു പാവമായിരുന്നു. എന്നും ഉച്ച കഴിഞ്ഞാൽ യജമാനൻ ഇക്കുവിനെയും നീലുവിനെയും തൊടിയിലേക്ക് കൊണ്ടുപോകും. അവരെ അവിടെ കെട്ടിയിട്ട് തിരിച്ചു പോകും. വൈകുന്നേരമാകുമ്പോൾ അവർ വയറെല്ലാം നിറച്ചു നിൽക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മിട്ടു എന്നും അവർക്കൊപ്പം പോകുമായിരുന്നു. ഇക്കുവിനെയും നീലുവിനെയും തിരിച്ചു കൊണ്ടുപോകുന്നതുവരെ അവർക്ക് കൂട്ടായി അവൻ അവിടെ നിൽക്കും. അവിടെ കുറേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. പൂക്കൾ തോറും പാറി നടക്കുന്ന ഒത്തിരി പൂമ്പാറ്റകളും അവിടെ ഉണ്ടായിരുന്നു. മിട്ടു എന്നും കുറേ സമയം പൂമ്പാറ്റകളോട് സംസാരിച്ചിരിക്കും. പൂമ്പാറ്റകൾ അവർ പോകുന്ന പൂന്തോട്ടത്തിലെ പൂക്കളെക്കുറിച്ചുള്ള കഥകൾ അവന് പറഞ്ഞു കൊടുക്കും. മിട്ടുവിന് എല്ലാം കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പൂമ്പാറ്റകളും മിട്ടുവും കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ആടുകൾ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടു. അയ്യോ, നീലുവിനും ഇക്കുവിനും എന്തോ പറ്റിയല്ലോ. അവൻ വേഗത്തിൽ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. നീലുവിൻ്റെ കഴുത്തിൽ കയർ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവൾ ഒരു കാട്ടുചെടി എത്തിപ്പിടിക്കുന്നതിനിടയിൽ വരമ്പത്ത് നിന്നും താഴേക്ക് ചാടിപ്പോയതായിരുന്നു. ഇതെല്ലാം കണ്ട് ഇക്കു കരയുന്ന ശബ്ദമായിരുന്നു മിട്ടു കേട്ടത്. മിട്ടു വേഗത്തിൽ നീലുവിനരികിലെത്തി അവളെ കൈകൾ കൊണ്ട് കുറച്ച് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്ക് നല്ല ഭാരമുള്ളതുകൊണ്ട് മിട്ടു വല്ലാതെ ക്ഷീണിച്ചു. എങ്കിലും അവൻ ഉള്ള ശക്തിയെല്ലാം എടുത്ത് നീലുവിനെ കൈകൾ കൊണ്ട് പതിയെ ഉയർത്തി. അതിനുശേഷം കഴുത്തിൽ കുടുങ്ങിയ കയർ കടിച്ചഴിക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവന് കയർ കടിച്ചൂരാൻ കഴിഞ്ഞു. അവൻ നീലുവിനെ പതിയെ താഴെ കിടത്തി. അവൾ ആകെ തളർന്നിരുന്നു. അവരുടെ യജമാനൻ കടയിൽ പോയതായിരുന്നു. തിരികെ എത്തിയപ്പോൾ മിട്ടു അയാളുടെ അരികിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. നീലുവിനെ രക്ഷിച്ചത് മിട്ടു ആണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ ഓർത്തു, കുഞ്ഞുനാളിലെ അവർ 3 പേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇപ്പോഴും അവർ ആ സ്നേഹം അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അയാൾ വേഗത്തിൽ അവർക്കരികിലേക്ക് വന്നു. യജമാനനെ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് നീലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇക്കുവും സങ്കടപ്പെട്ടുകൊണ്ട് നീലുവിനരികിൽ ഉണ്ടായിരുന്നു. അയാൾ നീലുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട മോളെ, മിട്ടു അരികിലുള്ളതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അവൻ നല്ല ഒരു കൂട്ടുകാരനാണ്. അവനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എല്ലാം കേട്ടപ്പോൾ മിട്ടുവിനും നല്ല സന്തോഷം തോന്നി. അവൻ ഇക്കുവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാവം ഇക്കു, ഉറക്കെ കരഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. അതുകൊണ്ടാണ് വേഗത്തിൽ അവിടെ എത്തിപ്പെടാനും നീലുവിനെ രക്ഷിക്കാനും കഴിഞ്ഞത്. യജമാനൻ അത് കേട്ട് സന്തോഷത്തോടെ അവരെ 3 പേരെയും തലോടി. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും അവരുടെ യജമാനനോടൊപ്പം സന്തോഷത്തോടെ ഏറെക്കാലം കഴിഞ്ഞു.